Hey guys, this is Charlie Bob. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ എന്റെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ബിടെക്കിന്റെ ഒരു സെമസ്റ്റർ തുടങ്ങുമ്പോൾ തൊട്ട് ആ ഒരു സെമസ്റ്റർ എൻഡ് ആവുമ്പോൾ അതായത് ആ ഒരു സെമസ്റ്ററിന്റെ യൂണിവേഴ്സിറ്റി എക്സാം ടൈം വരെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതാണ്. ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് യൂസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെം എക്സാമിന്റെ ടൈമിൽ അത്ര ഒരു പ്രഷർ അനുഭവപ്പെടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ബിടെക്കിൽ ആവശ്യമുള്ള നോട്ട്സ് എന്തെങ്കിലും വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് AI ചാറ്റ് ബോട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. കോളേജ് ജോസിന്റെ ഈ ഒരു വാട്സ്ആപ്പ് AI ചാറ്റ് ബോട്ടിൽ വളരെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവർ നോട്ട്സ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇമ്പോർട്ടന്റ് പോർഷൻസ്, ഫോർമുലാസ്, PYQs അങ്ങനെ എല്ലാം വളരെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചാറ്റ് ബോട്ട് യൂസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തേക്കാം. പ്ലീസ് ടു ചെക്ക് ഔട്ട് ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ വ്ളോഗിലേക്ക് വരുമ്പം ഇപ്പൊ നമ്മൾ ആദ്യമേ ഒരു സെമ്മിലേക്ക് കയറുവാണ്. പുതിയൊരു സെമ്മിലേക്ക് കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യത്തെ കുറച്ച് സമയം ഇങ്ങനെയൊക്കെ നടന്നാലും പിന്നെ നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ മതി അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഏറ്റവും ഒരു നല്ല വേ എന്താന്ന് വെച്ചാല് എന്താണോ അന്നന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്സ് അത് അപ്പോൾ തന്നെ നമ്മളുടെ ഒരു റഫ് ബുക്ക് ഉണ്ടാക്കണം. അതായത് കോളേജിൽ ഇപ്പൊ നോട്ട്സ് വേണ്ട കുറെ കോളേജസ് കാണും. അവരുടെ ആ നോട്ട്സ് അല്ല, അതായത് നമുക്ക് പേഴ്സണൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരു ബുക്ക്, അത് ഒരു ബുക്ക് മതിയാവും. ഒരു വലിയൊരു ബുക്ക് മതി എല്ലാ സബ്ജക്റ്റിനും കൂടെ. അങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഒരു ബുക്കിൽ അന്ന് നമ്മൾ എന്താണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, പക്ഷെ ആ ഒരു ബുക്കിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കോളേജസിൽ എത്രത്തോളം നന്നായിട്ടാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ നോട്ട്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് K2 നോട്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അത് എന്തായാലും യൂസ് ചെയ്യണം. K2 നോട്ട്സ് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ എന്റെ കോളേജിൽ PDF നോക്കുന്നത് വളരെ കുറവായിരുന്നു. K2 നോട്ട്സ് ആണ് കൂടുതലും റെഫർ ചെയ്തിരുന്നത്. അപ്പൊ K2 നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ചാറ്റ് ബോട്ട്സും അതുപോലെ തന്നെ കുറെ പേജസ് നിങ്ങൾക്ക് ഇപ്പൊ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്. അപ്പം അങ്ങനത്തെ കുറെ അഡീഷണൽ സൈറ്റ്സും കൂടെ നിങ്ങൾ റെഫർ ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ഷോർട്ട് ആയിട്ട് നിങ്ങൾ ആ ബുക്കിലേക്ക് എഴുതി വെക്കണം. അതുപോലെ തന്നെ അതിന്റെ PYQs ഇപ്പൊ ആദ്യത്തെ സമയത്ത് തന്നെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എല്ലാ സബ്ജക്റ്റിന്റെ PYQs നിങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം ഇതാണ് നിങ്ങൾ സെം തുടങ്ങുമ്പോൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം. അന്നന്നത്തെ ടോപ്പിക്ക് അന്നന്നത്തെ ഇത് വെച്ച് തന്നെ എഴുതി പോവാം. ഇനി സീരിയസ് എക്സാമിന്റെ ഒക്കെ ഒരു ടൈം ആവുന്ന സമയമുണ്ടല്ലോ. ഇപ്പൊ സീരിയസ് എക്സാമിന്റെ ടൈം ആവുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ അപ്പൊ ഏകദേശം നമുക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ആ രണ്ട് മോഡ്യൂളിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കില്ല, എഴുതി വെച്ചതനുസരിച്ച് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ അനുസരിച്ച് നമുക്ക് ഏകദേശം മനസ്സിലാവും ഏതാണ് ആ ഒരു പോർഷനിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ PYQs നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നും സെക്കൻഡ് മോഡ്യൂളിൽ നിന്നും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, അതാണ് ആ മോഡ്യൂളിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ്. അങ്ങനെ ഇമ്പോർട്ടന്റ് പോർഷൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ടോപ്പിക് ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്, അതൊരു വലിയ ടോപ്പിക്കാണ്, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് മാത്രം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. യൂട്യൂബ് വീഡിയോ കാണുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ്. അത് നമ്മുടെ എക്സാമിന്റെ തലേന്നും എക്സാമിന്റെ രാവിലെ ഒക്കെ യൂട്യൂബ് വീഡിയോസ് കാണുന്നത് യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് യൂട്യൂബ് വീഡിയോയും മാക്സിമം നിങ്ങൾ കാണാൻ നോക്കാം. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2x ഇട്ട് ഇങ്ങനെ ഓടിച്ചു വിടും, എന്നാലും വീഡിയോ കാണുന്നത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ഒരു ഡയഗ്രാം ഒക്കെ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ഡയഗ്രാം വെച്ച് നല്ലോണം യൂട്യൂബ് ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും ആ ടോപ്പിക് യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കാം. ഇനിയിപ്പം ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ് ആണ്, യൂട്യൂബിൽ ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾ ChatGPT ആ ടോപ്പിക് ഇട്ടിട്ട് മേക്ക് ഇറ്റ് ഷോർട്ട് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ളത് പോലെ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് ChatGPT ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ChatGPT മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ AI യുടെ കാലമാണ്, അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ ഒരു സംഭവം യൂസ് ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സീരിയസ് എക്സാമിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാമിലോട്ട് അടുക്കുമ്പോൾ ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട് ഉണ്ട്, നമുക്കറിയാം ഏതൊക്കെ മോഡ്യൂൾസിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് കുറെ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഓടി നടന്ന് നോട്ട് എഴുതല്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്, അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് മെമ്മറൈസ് ചെയ്യാനാണ് നോക്കുന്നത്. എല്ലാം ഈ ടിപ്സ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഡയഗ്രാം നമ്മൾ അന്ന് യൂട്യൂബ് ചാനലിൽ കണ്ട് വർക്കിംഗ് പഠിച്ചതാണ്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എഗെയിൻ ആ വീഡിയോ പോയി കാണാം. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ റിവിഷൻ ആണ്
അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്റർ എൻഡ് ആവുമ്പം നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്നും എന്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ലാസ്റ്റ് രണ്ട് ഇയറിൽ ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ പഠിച്ചു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് സെക്കൻഡ് ഇയറിനെക്കാളും ഞാൻ അത്യാവശ്യം നല്ലോണം എഫേർട്ട് ഇട്ട് തന്നെ പഠിച്ചിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഗ്രേഡിലും എന്റെ ചേഞ്ചസ് വന്നിരുന്നു. അപ്പൊ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നോട്ട്സ് വേണ്ടവർ നേരത്തെ പറഞ്ഞ ചാറ്റ് ബോട്ടും കൂടെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.